ഡിസംബറിൻ്റെ ഓരോ രാത്രികളോടും എനിക്ക് പ്രണയമായിരുന്നു. ഇടവിട്ട് വീശുന്ന തണുത്ത കാറ്റും മിന്നാമിനുങ്ങുകളും കരോൾ ഗാനവും നക്ഷത്ര വിളക്കുകളും പുൽക്കൂട്ടിലെ ഉണങ്ങിയ പുല്ലിൻ്റെ മണവുമായിരിക്കും മനസ്സ് നിറയെ. ഓർമ്മകൾക്ക് സുഗന്ധവും കാഴ്ചകൾക്ക് തിളക്കവും മനസ്സിന് മധുരവും സമ്മാനിക്കുന്ന മനോഹരമായ കാലമാണ് ക്രിസ്മസ്. പരസ്പരം സമ്മാനങ്ങൾ കൈമാറാനും ബന്ധങ്ങൾ പുതുക്കാനും ഒത്തുകൂടാനുമുള്ള അവസരം. മഞ്ഞിൻ്റെ കുളിരും നക്ഷത്രങ്ങളുടെ തിളക്കവുമുള്ള മാർമലയിലേക്കാണ് എൻ്റെ ഈ യാത്ര. ഓർമ്മകളുടെ ഉറവ വറ്റാത്ത കാവൽക്കാരിയുടെ അടുത്തേക്ക്. ഹലോ, ഹായ് ചേച്ചി. ഹായ് കാർത്തിക. താനെന്നാ പണി കാണിച്ച് ഇതിലൂടെ നടന്നു വന്നാൽ അയലുമൊഴി റോഡിലൂടെ വരാറുണ്ടല്ലോ. നടന്ന് കാണാം എന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ട് ഞങ്ങളുടെ നാട്? അടിപൊളി, രക്ഷയില്ല. അപ്പം Merry Christmas. How are you? Great, how are you? Good. Bye. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു യാത്ര? യാത്രയൊക്കെ നല്ല യാത്ര. വണ്ടി ഇവിടെ ഇട്ട് താഴെ ഇട്ടു. വണ്ടി താഴെ ഇട്ടിട്ട് പിന്നെ നാടൊക്കെ ഒന്ന് കാണാൻ വേണ്ടി നടന്നു വന്നു. അപ്പൊ ഇനി കഴിച്ചിട്ട് പറയാം. കഴിക്കാം, പക്ഷെ അതിന് മുമ്പ് കുറച്ച് കഥകളുണ്ട്. അപ്പൊ ഓർമ്മയുടെ കാവൽക്കാരിയെ കുറിച്ച് ഞാൻ പറഞ്ഞു, പക്ഷെ മാർമലയുടെ യഥാർത്ഥ കാവൽക്കാരി ഇതാണ് ആനി വള്ളിക്കാപ്പൻ. ഈ കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. എങ്ങനെയുണ്ട്? അടിപൊളിയാണല്ലോ. നല്ലതാണോ? ഇത് ആൻസിന്റെ ആൻസ് ബേക്കറിയുടെ പ്ലം കേക്ക് ആണ്. ക്രിസ്മസ് എന്ന് പറയുമ്പോ ഈ പ്ലം കേക്കിലും വൈനിലും ഒക്കെയാണ് തുടങ്ങുന്നത്. അപ്പൊ ഈ കേക്കും വൈനും മുറിച്ചിട്ടാണ്, കേക്ക് മുറിച്ച് വൈൻ കഴിച്ചിട്ടാണ് ഇപ്പൊ ക്രിസ്മസ് ആഘോഷങ്ങൾ ഇവിടെ തുടങ്ങുന്നത് അല്ലേ? അങ്ങനല്ല, എന്നാലും ഈ പറഞ്ഞ പോലെ ഇത് എന്നാ പറയുക, നമ്മുടെ നൊസ്റ്റാൾജിയാണ് പ്ലം കേക്ക് എന്ന് പറയുന്നത്. ഈ നൊസ്റ്റാൾജിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ കാവൽക്കാരി എന്ന പുസ്തകത്തിലെ എൽസ ചേച്ചി തന്നെയാണ് എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെ ഒരു വിശ്വാസം. ശരിക്കും ചേച്ചി തന്നെയാണോ? അങ്ങനെ വിശ്വസിച്ചോളൂ. തീർച്ചയായിട്ടും. എന്നാന്ന് വെച്ചാൽ നമ്മൾ എൻ്റെ ആദ്യത്തെ നോവലായിരുന്നു കാവൽക്കാരി. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുതുമ്പം എപ്പോഴും ആദ്യത്തെ ഒരു ഇതിന് നമ്മൾ നമ്മുടേതായ ഒരുപാട് നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട കുറേ സംഭവങ്ങൾ നമ്മൾ അതിനകത്ത് എന്താ പറയുക ഇൻക്ലൂഡ് ചെയ്യും. അപ്പം എൽസ ഒരു പരിധി വരെ എൽസയിൽ ഞാനുണ്ട്. ചേച്ചി ഒരു ആക്സിഡന്റൽ റൈറ്റർ ആണോ? അതായത് ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു വലിയപ്പച്ചന് സ്വന്തമായിട്ടൊരു ലൈബ്രറി ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ചെറുപ്പം മുതലേ പുസ്തകങ്ങൾ വായിക്കുകയും പുസ്തകങ്ങൾ അറിയുകയൊക്കെ ചെയ്ത് അങ്ങനെ ഒരു 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 ഇഷ്ടത്തിന്റെ പുറത്ത് എഴുത്തുകാരി ആയതാണോ, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റൽ റൈറ്ററായിട്ട് മാറിയതാണോ? നേര് പറഞ്ഞ ആക്സിഡന്റൽ റൈറ്റർ എന്ന് വേണേൽ പറയാം. പക്ഷെ പുസ്തകങ്ങളോടുള്ള ബന്ധം പണ്ടുതൊട്ടേ ഉണ്ടായിരുന്നു. എന്നാൽ ഞാനൊരു വലിയ വായനക്കാരിയോ അങ്ങനെ ഒന്നുമല്ല. വല്യപ്പച്ചൻ്റെ ലൈബ്രറിയിൽ ഞാൻ കൊച്ചിലെ തൊട്ടെ, ലൈബ്രറി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ വലിയ ലൈബ്രറി ഒന്നുമല്ല കേട്ടോ, ഒരു ചെറിയ മുറി, അതിനകത്ത് 2 അലമാരികളിൽ നിറച്ച് പുസ്തകം ഉണ്ടായിരുന്നു. അപ്പൊ ഈ പുസ്തകങ്ങളെ അദ്ദേഹം നോക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതായത് നമുക്കിപ്പോൾ ഒരു പുസ്തകം വായിക്കാൻ തന്നാൽ ഇങ്ങനെ നമ്മൾ സാധാരണ ഇങ്ങനെ നാവിൽ തുപ്പിലോട്ടൊക്കെ മറിച്ച് നോക്കും, അല്ലെങ്കിൽ ഒന്ന് മടക്കി വെക്കും. അതൊന്നും വല്യപ്പച്ചന് ഇഷ്ടമില്ല. വല്യപ്പച്ചൻ പറയും പുസ്തകങ്ങളെ നമ്മൾ ബഹുമാനിക്കണം, അതിനും ജീവനുണ്ടെന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരൻ സംസാരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ എനിക്കത് ഭയങ്കര എന്നെ അത് വല്ലാതെ അങ്ങോട്ട് ഇൻഫ്ലുവൻസ്ഡ് ആയി ഞാനതില്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ പുസ്തകങ്ങളുടെ ഒരു പരിപാലനം ശരിക്കും കാവൽക്കാരിയായിരുന്നു ഞാന് പുറത്ത് പഠിക്കാൻ പോയി. എന്റെ മാസ്റ്റേഴ്സ് ചെയ്യാനായിട്ട്, എന്റെ PG ചെയ്യാനായിട്ട് ഞാൻ ലട്രോബി യൂണിവേഴ്സിറ്റിയിലായിരുന്നു മെൽബണിൽ. ഞങ്ങൾക്കൊരു സെഷൻ ഉണ്ട് എല്ലാ വീക്കെൻഡ്, അതായത് ഫ്രൈഡേസിൽ ഇങ്ങനെ നമ്മൾ വട്ടം കൂടിയിരുന്നിട്ട് നമ്മളുടെ കാര്യങ്ങളൊക്കെ അവർ നമ്മളോട് ചോദിക്കും. ഒരു 10 വർഷം കഴിയുമ്പോൾ നിങ്ങൾ എവിടെ ആയിരിക്കും, എന്തായിരിക്കും, നമ്മുടെ ഡ്രീംസിനെ പറ്റിയും നമ്മുടെ അംബീഷനെ പറ്റിയും ഒക്കെ നമുക്ക് സംസാരിക്കാം. അപ്പൊ ഇങ്ങനെ ചോദിച്ചപ്പം ഒരു പ്രാവശ്യം ഇങ്ങനെ, അത് ഭയങ്കര ക്ലീഷേഡ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ ഒരു 10 വർഷം അല്ല 5 വർഷം കഴിഞ്ഞ് എവിടെ ആയിരിക്കും എന്നുള്ളത്. അതായിരുന്നു വന്നത്. അപ്പൊ എന്റെ ആ ഒരു ടേൺ വരുന്ന സമയം, അപ്പം ഞാനൊരു എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് പറയണം. ഓരോരുത്തരും ഓരോന്ന് പറയാൻ തുടങ്ങി. എൻ്റെ ആ ഒരു ടേൺ ആയപ്പം എനിക്കറിയത്തില്ല എവിടുന്നാന്ന്, എനിക്ക് അറിയത്തില്ല, എൻ്റെ വായിൽ പെട്ടെന്ന് പറഞ്ഞു ഐ വോണ്ട് ബി എൻ ഓഥർന്ന്. അപ്പൊ ഞാൻ തന്നെ ഓർത്തു, ഓതറോ? പഠിത്തം എല്ലാം കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തി കഴിയുമ്പോൾ ഞാൻ കോളേജിൽ പഠിപ്പിക്കാൻ കയറി, ഒരു കോളേജിൽ.
അപ്പം അവിടെ എൻ്റെ ഫാക്കൽറ്റിയിലുള്ള എല്ലാവരും ഇച്ചിരി സീനിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ആർട്ട് ഫിലിംസ് അവാർഡ് ഫിലിംസ് ഒക്കെ ചെയ്യുന്ന അങ്ങനത്തെ ഒരു ഇതായിരുന്നു. അപ്പൊ അവരൊന്നും അധികം മിണ്ടത്തും ഇല്ല, ഒന്നുമില്ല, ഒരു ഇന്ററാക്ഷനും ഇല്ല അവിടെ. സത്യം പറഞ്ഞാൽ ബോറടിച്ചു തുടങ്ങി. അന്നേരം ഞാൻ വിചാരിച്ചു എനിക്കും ഒന്ന് എഴുതിയാൽ കൊള്ളാമെന്ന് ചുമ്മാ. അപ്പൊ ഞാൻ അന്ന് പറഞ്ഞതല്ലേ, അപ്പൊ പെട്ടെന്ന് അത് പിന്നെയും മനസ്സിലോട്ട് അങ്ങോട്ട് കയറി വന്നു. ഒരു പ്രാവശ്യം ഇതുപോലെ മാർമല വീട്ടില് ഈ പറഞ്ഞ പോലെ വന്ന് ഇപ്പം വൈകുന്നേരം അത്താഴമൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ രാത്രിയിൽ അന്ന് മുറ്റത്ത് പനിനീർച്ചാമ്പുകളുണ്ട് മൊത്തം, ഇപ്പം വെട്ടിക്കളഞ്ഞ 3 പക്ഷെ അന്ന് ഈ പറഞ്ഞ പോലെ ഞാൻ ഇന്ന് നടക്കുമായിരുന്നു, ഉലാത്തുമായിരുന്നു രാത്രിയിൽ. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ ഒരു നിലാവുള്ള രാത്രി ഇപ്പോഴും ഭയങ്കര ഡ്രമാറ്റിക് ആയിരുന്നു. എനിക്ക് തോന്നി എഴുതണം. അപ്പൊ എൻ്റെ ക്യാരക്ടേഴ്സിന്റെ പേര് കാര്യങ്ങളെല്ലാം. അപ്പൊ ഒരിക്കലും ഞാൻ എൻ്റെ ക്യാരക്ടേഴ്സിനെ അങ്ങോട്ട് തേടി പോയിട്ടില്ല, അവരിങ്ങോട്ട് വരികയായിരുന്നു. അങ്ങനെ പയ്യെ പയ്യെ ആദ്യം എൽസയ്ക്ക് ഇട്ടിരുന്ന പേര് സാറ എന്നായിരുന്നു. പക്ഷെ അപ്പോഴത്തേക്കും എന്താ പറയുന്നത്, അത് മാറി എൽസയായി. ഓരോരുത്തരും ആ ഓരോ ക്യാരക്ടേഴ്സിലേക്ക് വന്നു, ഓരോരുത്തർക്കും പേരായി. അങ്ങനെ തുടങ്ങിയതാണ് കാവൽക്കാരി. അപ്പൊ ഈ മാർമലയെ കുറിച്ച് പറയുമ്പോൾ ഫസ്റ്റ് മനസ്സിലേക്ക് വരുന്ന കാര്യം എന്താണ്? മാർമല എല്ലാമാണ്. എനിക്ക് എവിടെ ഒരു പ്രത്യേക കാര്യം പറഞ്ഞിട്ട് എനിക്ക് അത് തുടങ്ങാൻ അറിയത്തില്ല. കാരണം എൻ്റെ കൊച്ചിലെയൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പഠിച്ചിട്ടില്ല. അപ്പൊ മാർമല എപ്പോഴും എനിക്കൊരു കിട്ടാത്ത കനി പോലായിരുന്നു. എപ്പോഴും തിരിച്ച് വീട്ടിൽ വരണം, ഒരു ദിവസം ഇവിടെ കിടക്കണം. അതൊക്കെയായിരുന്നു എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം അന്നത്തെ. അപ്പം മാർമല അത്രയും പ്രിയപ്പെട്ടതായിരുന്നു. ഇപ്പൊ ഇൻസ്റ്റാഗ്രാം റീൽസിലൂടെയും പുസ്തകത്തിലൂടെയും മാത്രം കണ്ട ഈ മാർമല ചുറ്റിക്കാണിക്കില്ലേ ചേച്ചി? തീർച്ചയായിട്ടും. അപ്പൊ ഇനി എവിടുന്ന് തുടങ്ങാം നമുക്ക് ഫസ്റ്റ് മാർമല? കാർത്തിക കാവൽക്കാരി വായിച്ചപ്പം കാണണം എന്ന് തോന്നിയ, അല്ലെങ്കിൽ ഇത് റിയൽ ആണെങ്കിൽ, മാർമല റിയൽ ആണെങ്കിൽ, ആ കഥ റിയൽ ആണെങ്കിൽ കാണണം എന്ന് തോന്നിയ ഒരു സംഭവം എന്താ? എനിക്ക് ഏറ്റവും ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു കാര്യം മാർമല വെള്ളച്ചാട്ടമാണ്. അവിടെ തന്നെ തുടങ്ങിയല്ലോ. തീർച്ചയായിട്ടും. ഇവിടെ ഉണ്ടല്ലോ മാർമലയില് നമ്മുടെ വീട്ടിലെ ഏറ്റവും എല്ലാം പഴക്കം ചെന്ന സംഭവങ്ങളാണ്. വീട് തന്നെ ഭയങ്കര പഴക്കമാണ്. ഒരു 130 വർഷത്തിനടുത്ത് പഴക്കമുണ്ട്. അത് ഇതല്ല, നടുക്കത്തെ മുറി, അതിൽ നിന്ന് പിന്നെ ചേർന്നതാണ് എല്ലാം. പിന്നെ ഏറ്റവും പഴക്കമുള്ള ഒരു സംഭവമുണ്ട്, 80 വർഷം പഴക്കമുള്ള നമ്മുടെ അപ്പൂപ്പൻ പുളിമരം. ഇതാണ് അത്. അതായത് ഇലിമ്പിപ്പുളി, നമ്മുടെ നാട്ടിൽ പറഞ്ഞ വിരുമ്പിപ്പുളി, ഇലിമ്പിക്ക, ജിലിമ്പിക്ക എന്നൊക്കെ പറയുന്നത്. ഞങ്ങള് ഇലിമ്പിപ്പുളി എന്നാ പറയുന്നേ. ഇതിന് നല്ല പഴക്കമുണ്ട്. ചതല് കയറും ഇടയ്ക്ക്. നമ്മൾ ഇതൊക്കെ പ്രൂൺ ചെയ്ത് നിർത്തും, കട്ട് ചെയ്ത് വിടും. എന്നിട്ട് ഇങ്ങനെ നിന്ന് ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പോഴും ഉണ്ടല്ലോ. ഉണ്ട്, പക്ഷെ ജീവിക്കും ഇനി ഒരുപാട് വർഷം. അത് എനിക്കിപ്പോ ഇതിനെപ്പറ്റി കഥ പറയാൻ പറ്റുന്നുണ്ട്. ഇനി ഭാവി വരും തലമുറയ്ക്കും കഥ പറയാൻ പറ്റട്ടെ. തീർച്ചയായും. അപ്പം ഈ ചാമ്പയൊക്കെ വെട്ടിക്കളഞ്ഞപ്പോഴേ ഞാൻ സമരം ഉണ്ടാക്കി, ചാമ്പ് വെട്ടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. പക്ഷെ എന്തുകൊണ്ടോ വെട്ടി, പിന്നെ 2 ബാക്കി നിർത്തി. ഇതിനെ വെട്ടിക്കളയാൻ പ്ലാൻ ഇട്ടു പലരും, പക്ഷെ സമ്മതിച്ചില്ല. ഇത് ഞങ്ങളുടെ എന്നാ പറയുന്ന ഒരു അംഗത്തെ പോലെ തന്നെയാ. അച്ചാച്ചന് ഞങ്ങളെക്കാളും ഒക്കെ കൂടുതൽ എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഞങ്ങൾ എപ്പോഴും കളിയാക്കുമായിരുന്നു, എപ്പോഴും കാര്യമായിട്ട് ഉണ്ടായിരുന്ന സമയത്തെ. അപ്പൊ ഇപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിനടുത്ത് നിൽക്കുമ്പം അച്ചാച്ചന്റെ അടുത്ത് നിൽക്കുന്ന പോലെ തന്നെ എനിക്ക്. ഇത് ശരിക്കും ഒരു എത്രയാ 1968 മോഡലാ. അപ്പൊ അച്ചാച്ചന്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് 1977 തോന്നുന്നേ. അച്ചാച്ചൻ മദ്രാസിലെ ഒരു ഫിലിം സ്റ്റുഡിയോയിൽ പോയി എടുത്ത വണ്ടിയാ, ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ്. എന്നിട്ട് വരുന്ന വഴിക്ക്, അച്ചാച്ചന് ഡ്രൈവിംഗ് ഒന്നും അറിയത്തില്ല, 28 വയസ്സേ ഉള്ളൂ. വരുന്ന വഴിക്ക് ഒരു ആശാനും കൂടെ ഉണ്ട്. വരുന്ന വഴിക്കാണ് ഡ്രൈവിംഗ് പഠിച്ച് ഇവിടെ വന്നപ്പം ഡ്രൈവ് ചെയ്തു. ഡ്രൈവിംഗ് അറിയാം, നമുക്ക് പോവാം.
നല്ല ഓഫ് റോഡിങ് ആണേ. അപ്പൊ ഞാൻ കുട്ടിച്ചനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒതുങ്ങത്തില്ല. കുട്ടിച്ചൻ വന്നിട്ടുണ്ട്. കുട്ടിച്ച ഹായ്. ഹലോ. ഇനി കുട്ടിച്ചൻ ഞാൻ ഹാൻഡ് ഓവർ ചെയ്തിരിക്കുന്നു. ഇനി നമ്മുടെ ഓൾ ഇൻ ഓൾ കുട്ടിച്ചനാണ് ഇനി. ചാച്ചന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിരുന്നു കുട്ടിച്ചൻ. എടാ കോടാലി ഇങ്ങോട്ട് വരാം. എടാ കോപ്പേ കോടാലി ഇവിടെ വരാൻ പറയും. അതെ അതെ. സർക്കാരിന് കൈകാശുണ്ടായിരുന്നു. ഇത് ജാൽവ ഹോണ. പിന്നെ ഉണ്ടല്ലോ ഇവന് ഭയങ്കര രസകരമായിട്ടൊരു കഥയുണ്ട്. എന്നാന്നറിയോ, പണ്ട് എൻ്റെ അച്ചാച്ചനും അമ്മയും കല്യാണം കഴിച്ച സമയത്തുണ്ടല്ലോ, അവര് ഒരു ക്രിസ്മസ് കാലത്താണ്. അവ പറമ്പിൽ നിന്ന് ഒരു പാമ്പിനെ കിട്ടുന്നു, ഒരു പെരുമ്പാമ്പിന്. അപ്പം അച്ചാച്ചൻ പറയുന്നത്, അമ്മയുടെ വീടാണെങ്കിൽ ആലപ്പുഴ പുളുങ്കുന്നത. അപ്പൊ അവരിതൊന്നും കണ്ടിട്ടില്ല. അപ്പൊ അച്ചാച്ചന് ഒന്ന് ഇച്ചിരി ഒരു അച്ചൈനിസം കാണിക്കാൻ വേണ്ടിയിട്ട് അച്ചാച്ചൻ പറയുന്നത്, നമുക്ക് ഈ പാമ്പിനെയും കൊണ്ട് പുളുങ്കുന്നി പോവാം. അവിടെ അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പിനെ കഴിക്കുന്നവരുണ്ട്. അമ്മയുടെ ഏതോ ഒരു കസിൻ അങ്ങനെ കഴിക്കുന്നുണ്ട്, കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെ ചാക്കിൽ കെട്ടി ഇതിന്റെ പുറകിലിടും. എന്നിട്ട് ഇവര് പോവാണ്. പോയി കഴിയുമ്പോൾ അമ്മയ്ക്ക് ആദ്യം അറിയത്തില്ല ഈ ചാക്കിനകത്ത് എന്നാന്ന്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ഉരുണ്ടുരുണ്ടുരുണ്ട്, ഇതിങ്ങനെ പയ്യല്ലേ കിടക്കുന്നത്. ഉരുണ്ടുരുണ്ടുരുണ്ടി ഇതിന്റെ ഇടയിൽ കൂടെ അമ്മയുടെ സൈഡ് വരും. അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര പേടി. അവസാനം അമ്മ അറിയും ഇത് പാമ്പാണെന്നുള്ളത്. അമ്മ പറയും, ഒന്നെങ്കിൽ ഈ പാമ്പ് അല്ലെ ഞാൻ, രണ്ടും കൂടെ പുളുങ്ങുന്നതിന് പോകത്തില്ല എന്ന് പറയും. അച്ചാച്ചൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, പുതുമോടിയല്ലേ, കാരണം ഒച്ചക്കാനും പറ്റത്തില്ല. അച്ചാച്ചൻ ഫൈനലി അതിനെ എടുത്ത് പുറത്ത് പയ്യെ അഴിച്ചു വെച്ചിട്ട് ഇവരങ്ങ് പോയി. എല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം പത്രത്തിലുണ്ടായിരുന്നു, ഒരു ഡോക്ടറുടെ വീട്ടിൽ പെരുമ്പാമ്പ് കണ്ടു എന്ന് പറഞ്ഞു. ഇവർ ഊഹിക്കുന്നു ഈ പാമ്പ് തന്നെയാണെന്ന്. അങ്ങനെ പല കഥകളുള്ള കുട്ടനാണ് നമ്മുടെ വില്ലിസ് ജീപ്പ് അല്ലേ? ചേച്ചി ഇതിലൂടെയാണോ നമ്മള് മാർമല അരുവിയിലേക്ക്? ഇതാണ് മാർമല അരുവിയിലേക്ക്. നമുക്ക് അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും മാർമല അരുവി. ഇനി ഞാൻ മാർമല അരുവി കാണിക്കാം, കാരണം കാവൽക്കാരിയില് അല്ലേ? അതെ, എല്ലാത്തിലും അത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ബുക്കില് അത്രയും 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 സ്പെഷ്യൽ ആയിട്ട് വരുന്ന ഒരു എന്താ പറയുക, കഥാപാത്രം കൂടിയാണ് മാർമല അരുവി. കാണാം. വരാറുണ്ടോ? പിന്നില്ലേ, നമ്മൾക്കിപ്പോ ഇവിടെ മഴയൊന്നുമില്ല, വെള്ളം വറ്റിയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഇറങ്ങാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഫുള്ള് വെള്ളമായിരിക്കും, നമുക്ക് പോകാൻ പറ്റില്ല. ഭയങ്കര സൂക്ഷിച്ചാണ് വരുന്നത്, കാരണം ഒരുപാട് അപകടങ്ങൾ നടന്നിട്ടുള്ള ഒരു സ്ഥലമാണേ. അവരോട് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. പുൽക്കൂട് ഉണ്ടാക്കുവേ. പക്ഷേ ഉണ്ടല്ലോ, നമ്മുടെ ഈ ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടല്ലോ, ഈ മേടിക്കുന്ന ക്രിസ്മസ് ട്രീ ഒന്നും അല്ല. നമ്മുടെ ഈ ജാതിയില്ലേ, ജാതിമരം, ജാതിക്ക, അതിന്റെ ഹേരം വെട്ടും. എന്നിട്ട് നമ്മൾ അതില് സാധനങ്ങളൊക്കെ തൂക്കിയിട്ട് ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് അങ്ങനത്തെ ക്രിസ്മസ് ട്രീയാ. ഉണങ്ങിയ പുല്ലിന്റെ മണവും ആ പുൽക്കൂട്ടിലെ മണവും അതൊക്കെ എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ കിട്ടുന്നു. ഇപ്പൊ പ്ലാസ്റ്റിക് പുല്ലും അതൊക്കെ വെച്ച് എല്ലാ സാധനങ്ങളും നമുക്ക് പൈസ കൊടുത്താൽ വാങ്ങാൻ പറ്റുന്ന ഒരു സ്ഥിതിയാണ്. അതെ, കണ്ടോ, ഇതാണ് നമ്മുടെ മാർമല അരുവി. അതെ, മാർമല വെള്ളച്ചാട്ടം. ഇപ്പം വെള്ളം കുറവാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, മഴയൊക്കെ ഇല്ലാത്തപ്പോ സമയത്തായതുകൊണ്ട് കുറവാ. അല്ലെങ്കിൽ പുള്ളിക്കാനത്തുനിന്ന് വെള്ളം വരുന്ന അറിയത്തില്ല, അതുകൊണ്ടാണ് ഭയങ്കര ഡേഞ്ചറസ് ആണെന്ന് പറയുന്നത്.
കവൽക്കാരിയുടെ കഥകളിലേക്ക് വരാനുണ്ടായ എന്തെങ്കിലും കാരണമുണ്ടോ? എനിക്ക് തോന്നുന്നു ഞാൻ കണ്ട് പരിചയിച്ച സ്ഥലങ്ങളും കഥാപാത്രങ്ങളും തന്നെയായിരിക്കുമല്ലോ എൻ്റെ ഫസ്റ്റ് നോവൽ. അങ്ങനെ നിർബന്ധമില്ല. പക്ഷേ നമ്മുടെ ഫസ്റ്റ് നോവൽ ഒരിക്കലും നമ്മുടെ ബെസ്റ്റ് ആയിരിക്കാം, പക്ഷേ അതൊരിക്കലും നമ്മുടെ ആ ഒരു എഴുത്തിൻ്റെ ആ ഒരു ഇതിലെ വിലയിരുത്തുന്ന ആവരുത്. കാരണം എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും നമ്മുടെ ബെസ്റ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. നമ്മുടെ ആ ഒരു എസൻസ് എല്ലാമാണ് നമ്മൾ ആ എഴുത്തിലേക്ക് ഇടുന്നത് അല്ലേ. നല്ലതായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. രണ്ടാമത്തെ കഥ തൊട്ട് നോക്കിയാൽ മതി നമ്മളെങ്ങനെ എഴുതുന്നു എന്നുള്ളത്. കാരണം നമ്മുടെ സ്റ്റോക്ക് ഒരുമാതിരി തീർന്നിട്ടുണ്ടാവുമല്ലോ. പിന്നെ നമ്മൾ എങ്ങനെ ഭാവനയിൽ കാണുന്നു അതൊക്കെ ആയിരിക്കാം. പക്ഷെ കാവൽക്കാരിയുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ മാർമല അരുവി അത് ശരിക്കും നടന്ന സംഭവമാണ്. അവസാനം കൊടുത്തിരിക്കുന്ന ഒരു കാര്യം കുറച്ചൊക്കെ ഉണ്ട്, ശരിക്കും നടന്നതാണ്, അങ്ങനെ നടന്ന സംഭവം തന്നെയാണ്. അപ്പൊ ചേച്ചി ഇപ്പോഴും തിരിവട്ടത്തിൽ തന്നെയാണോ കഥകൾ എഴുതാറ്? ഞാൻ മെഴുകുതിരിവട്ടത്തിൽ തന്നെ ഇപ്പോഴും എഴുതുന്നത്. മെഴുകുതിരിവട്ടം വരുമ്പോ വലിയ വലിയ ചിന്തകൾ ഉണർന്നു വരും, അങ്ങനെ എന്തെങ്കിലും? അതിൻ്റെ അല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടെ യൂസ്ഡ് ആയിട്ടുള്ളത് അതാ. കാരണം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഞങ്ങൾക്ക് ഇവിടെ കറണ്ട് കിട്ടുമ്പോൾ തന്നെ 2001. അപ്പോൾ അതുവരെ ഈ പറഞ്ഞ ചിമ്മിനി വിളക്കും ഈ പറഞ്ഞ മെഴുകുതിരിവട്ടവും ഒക്കെ തന്നെയായിരുന്നു. അപ്പൊ ഇവിടെ ഇരുന്നാണ് ഞാൻ കാവൽക്കാരി ആദ്യമായിട്ട് എഴുതി തുടങ്ങിയത്. അപ്പൊ എനിക്ക് ആ ഒരു മൂഡ് കിട്ടാൻ വേണ്ടി ഞാൻ അങ്ങനെ തിരിയിൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. കാവൽക്കാരി മാത്രല്ല, നീർദിന്റെ പുസ്തകവും ഇവിടെ വെച്ചിട്ട് തന്നെയാണ് എഴുതിയെന്ന് തോന്നുന്നു. അത് ഞാൻ ഏതോ ഒരു ഇന്റർവ്യൂല് വായിച്ചിരുന്നു. വല്യപ്പച്ചന്റെ ലൈബ്രറിയാണ് നീർദിന്റെ പുസ്തകത്തിന്റെ ഒരു ചേച്ചി ഇവിടെയുള്ള എല്ലാ ബുക്കും ചേച്ചി വായിച്ചിട്ടുണ്ടോ? അയ്യോ ഇല്ല കേട്ടോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറെ വർഷങ്ങളായിട്ടുള്ള പുസ്തകം ഉണ്ടെന്ന് തോന്നുന്നല്ലേ. പിന്നെ ഈ മോഡേൺ എൻസൈക്ലോപീഡിയ ഫോട്ടോഗ്രാഫി ഇല്ലേ, ഇത് 1939 ഓ, അന്ത കാലത്തിലെ ബുക്ക് വരെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ഈ പൊതുവെ ബുക്സിനൊക്കെ ഭയങ്കര സ്മെല്ലല്ലേ, എസ്പെഷ്യലി പഴയ ബുക്സിന്. അതെ, ഒരു പഴമണം കണ്ട പൊടി വരുന്നുണ്ടോ. വർഷങ്ങൾ പഴക്കമുള്ള പുസ്തകമാണെന്ന് ശരിക്കും നമ്മൾ ആലോചിക്കണം. 1939 സൈനും. ഈ ഫോട്ടോഗ്രാഫീനെ പറ്റിയിട്ട് ഇങ്ങനത്തെ എന്താ പറയാ ഫുൾ ലെസൺസ് ഒക്കെ ഉള്ള ബുക്സ് ആക്ച്വലി അന്നത്തെ കാലത്ത് അവൈലബിൾ ആണെന്നുള്ളത് ഭയങ്കര ഒരു എന്താ പറയാ അതിശയം തന്നെയാണ്. എക്സാക്ട്ലി. അപ്പൊ എന്തായാലും മാർമല ഞാൻ വിചാരിച്ചതുപോലെയല്ല. സൂപ്പർ, അടിപൊളി. അപ്പൊ എന്തായാലും ക്രിസ്മസിന് തവണ എന്താ സ്പെഷ്യൽ അത് പറഞ്ഞാൽ എവിടെ? അതായത് ഇത്തവണ ക്രിസ്മസിന് സ്പെഷ്യൽ എൽസ മോണ്ടി ആണ്. എൽസ മോണ്ടി കാവൽക്കാരിയുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ്. ആമസോണിൽ അവൈലബിൾ ആട്ടോ. എൽസ മോണ്ടി ആമസോണിൽ അവൈലബിൾ അല്ലേ? ഞാനത് വാങ്ങണമെന്ന് വിചാരിച്ചു വെച്ചിരിക്കുന്നു. ഇനിയിപ്പം വാങ്ങാനൊന്നും പോകണ്ട, എന്റെ കയ്യിലുണ്ട്, നീ മേടിക്കണ്ട. എന്തായാലും ബുക്ക് തന്നില്ലേ, അപ്പം ഒരു സൈനും കൂടെ. സൈന് വെറും വേറെ സംഭവം ഇട്ട് തരാം കേട്ടോ, വേറെ സൂത്രം തരാം. കണ്ടാ? അപ്പൊ എന്തായാലും ക്രിസ്മസ് സ്പെഷ്യലുള്ള എന്റെ സ്പെഷ്യലും എനിക്ക് കിട്ടി. അപ്പൊ എന്തായാലും എല്ലാ മാതൃഭൂമി പ്രേക്ഷകർക്കും മെരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.